ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വേണ്ട, നീ പറഞ്ഞത് പരിപാവനമായ സ്ഥലമാണെന്നല്ലേ? അതുകൊണ്ടാ ഞങ്ങള് പട്ടച്ചാരായ ഒഴുക്കുന്ന പുഴയാക്കി മാറ്റാൻ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പറഞ്ഞത്. നീ കണ്ടോ, ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അഴിഞ്ഞാട്ടവും കൂത്താട്ടവും ആയിരിക്കും. മദ്യവും കഞ്ചാവും ഒഴുകുന്ന ലഹരി കേന്ദ്രം. ഇവിടേക്ക് ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് വരെ ആൾക്കാരെ ഇറക്കുമതി ചെയ്യും. പണ്ടിവിടെ നീതി ന്യായവും പറയുന്ന പഞ്ചായത്ത് നാട്ടുകൂട്ടത്തിന്റെ കഥ പറയാറില്ലേ? സത്യഭാമയുടെ പെൺഭരണത്തിന്റെ മറക്കാനാവാത്ത ഏട്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ പോലീസിന്റെ തേർവാഴ്ചയായിരിക്കും. ഇങ്ങനൊരു വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടതിന് ഇവിടുത്തെ നാട്ടുകാര് സത്യഭാമയും രാഘവൻ നായരെ ശപിക്കും. കണ്ണി കണ്ട നിങ്ങളെയൊക്കെ കല്ലെറിയുന്ന പരുവത്തിലാക്കി ഞങ്ങൾ തരും. ദേ, ഓർത്തു വെച്ചോ, ഈ പരിപാവന ഭൂമിയില് ഞങ്ങളൊരു ഒന്നൊന്നര പണി പണിയും. വരട്ടെ ഏട്ടത്തി അമ്മേ. നമ്മൾ വീണ്ടും കാണും. വിഷ്ണു, ആ സുസ്മിത പറഞ്ഞാൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ ശാലിനി ഒന്നിച്ചാണോ താമസിക്കുന്നത്? എന്റെ അമ്മ അവള് ജയിക്കാൻ വല്ലതും പറഞ്ഞു വെച്ചിട്ട് അത് വല്ലതും ഉള്ളാണോ? ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്, അവൾ അവളുടെ വീട്ടിലും. അപ്പൊ ഇന്നലെ വരെ ഞാൻ അവിടെ കഴിഞ്ഞു നമ്മൾ കണ്ടില്ലേ? ദേ ഭാമേ, നീ അവള് പറയുന്ന മണ്ടത്തരങ്ങളും നുണകളും കേട്ടേ ഇവരെ ചോദ്യം ചെയ്യാൻ പോകണോ? കുടുംബം കലക്കിയ അവള് പിടിച്ചു നിൽക്കാൻ ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാ അവള് ശാലിനിയുടെ കാര്യം എടുത്തിട്ടത്. അതിട്ടാ നീ വയലിലാവുന്ന അവക്കറിയാം. എന്റെ അമ്മ ഒന്ന് സമാധാനപ്പെട്. അമ്മ പറയുന്നതിനപ്പുറം എനിക്കില്ല. പോരെ, എന്റെ അമ്മ ഇതാ അമ്മയും മകനും കൂടി തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ പുതിയ തന്ത്ര. നമ്മളതിൽ വീണു പോരുത്. വീണുപോയ നമ്മൾ അവളുടെ മുമ്പിൽ അടിയറവ് പറയുന്ന പോലെ ആയിപ്പോവും. അത് പാടില്ല.